ഹായ് ഹലോ, നമുക്കൊരു മാങ്ങ അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് മാങ്ങ നല്ലതുപോലെ നമ്മൾ കഴുകിയെടുക്കണം. ഞാനിതിപ്പം 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ ഈ എല്ലാ മാങ്ങകളുടെയും തൊലി നമുക്ക് ജസ്റ്റ് തൊലി നല്ലതുപോലെ ചെത്തിക്കളയേണ്ട, അങ്ങും ഇങ്ങുമായിട്ട് കുറേശ്ശെ തൊലികൾ ചെത്തിക്കളഞ്ഞിട്ട് എടുക്കണം. എല്ലാ മാങ്ങയുടെയും നല്ലതുപോലെ ചെത്തിയെടുക്കണം. ചെത്തി കഴിഞ്ഞിട്ട് ദാണ്ട് ഇതുപോലെ എല്ലായിടത്തും നല്ലതുപോലെ ചെത്തിയെടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ട് ദാണ്ട് ഏകദേശം ഇതുപോലെ ചെത്തിയെടുത്തതിന് ശേഷം നമുക്കിത് മാങ്ങ പൂളി കട്ട് ചെയ്തെടുക്കാം. എല്ലാ മാങ്ങകളും നല്ലതുപോലെ പൂളി എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതേ സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ കുഞ്ഞതായിട്ട് വേണമെങ്കിൽ കുഞ്ഞതായിട്ട് അരിയാം, വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് അരിയാം, ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് മാങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഏകദേശം ഇത്രയും വലിപ്പമുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന മസാലകളെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം, ഉലുവ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കായം, ഇതിപ്പോൾ കട്ടക്കായാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുകയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക, നല്ലതുപോലെ ഇളക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പാനിനകത്തോട്ട് ആവശ്യത്തിന് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയും കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മാങ്ങയ്ക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ആറിയതിന് ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണയുടെ ചൂട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ മാങ്ങയ്ക്കകത്തോട്ട് ഈ എണ്ണ, കടുക്, കറിവേപ്പില ഇത്രയും പൊടിച്ച് വെച്ചേക്കുന്ന സാധനം ഈ മാങ്ങയുടെ കൂട്ടിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുകയാണ്. മാങ്ങ അച്ചാർ റെഡിയായി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.